സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒരു ഗ്രാമം തകർന്നു കിടക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ റബ്ബറിന്റെ താങ്ങുവിലയൊക്കെ നിശ്ചയിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വാലിയൻ്റെ ചാനലിലെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗ്രാമസ്വരാജ് എന്ന മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾക്ക് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ട് വർഷത്തെ കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നിട്ട് ഇത് 7ാമത്തെ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ വാലിയൻ്റെ ചാനലിലെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കൂട്ടിക്ക പഞ്ചായത്തിലെ 6ാം വാർഡായ കൊടുങ്ങാവ് വാർഡിലെ UDFന്റെ സ്ഥാനാർത്ഥി സിന്ധു അനിൽകുമാറിനൊപ്പമാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ചോദ്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? ചോദ്യങ്ങളൊക്കെ കണ്ടു. നമ്മുടെ സാധാരണ ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന എന്നുള്ള ഒരു 2-3 ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ അതിനുള്ള മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ താങ്കളെ നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു. അതായത് ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇല്ല എന്നാണ് താങ്കളുടെ മറുപടി എങ്കിൽ താങ്കൾ വിജയിച്ചാൽ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് ഇതിനുള്ളിൽ നിന്നുകൊണ്ട് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് നമ്മുടെ ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ട് ഫണ്ടുകൾ അനുവദിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് 4 ലക്ഷം രൂപ അനുവദിച്ചാൽ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി പരമാവധി കുറച്ച് കച്ചി ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊക്കെ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വീടുകളൊക്കെ വരുമ്പോൾ മാക്സിമം അർഹതയുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. അപ്പോൾ താങ്കൾ ഒന്നാമത്തെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, താങ്കൾ വിജയിച്ച പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു? നമ്മൾ പ്രത്യേകിച്ച് റബ്ബർ കൃഷി എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടിക്ക പഞ്ചായത്തും പരിസരമുള്ള പഞ്ചായത്തുകളിലുമെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ഉള്ളതും റബ്ബർ കൃഷിയും റബ്ബർ കർഷകരുമാണ്. കാരണം സമൂഹത്തിൽ റബ്ബർ കർഷകർക്ക് 10 പൈസ കിട്ടിയെങ്കിൽ മാത്രം നമ്മുടെ വിപണി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് എന്നൊക്കെ ആ വില താന്നു പോയിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ വ്യാപാര മേഖലയിൽ നമ്മുടെ ടൗണുകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒരു ചോദ്യം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണം. റബ്ബർ മേഖല ഏറ്റവും തകർന്നു കിടക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ റബ്ബറിന്റെ താങ്ങുവിലയൊക്കെ നിശ്ചയിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളാണ്. 200 രൂപ വരെ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് മാക്സിമം കിട്ടുന്നില്ല. റബ്ബർ ബോർഡിൽ അംഗങ്ങളായിട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്റെ അനുഭവത്തിൽ നിന്നും, ഞാൻ ഇവിടെ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഇവിടെയും കർഷക കുടുംബമാണ്, അവിടെയും കർഷക കുടുംബം തന്നെയാണ്. വ്യക്തമായിട്ട് കാര്യങ്ങളെ കുറിച്ച് അറിയാം. അപ്പൊ റബ്ബറിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് വ്യക്തമായ ഒരു കാര്യങ്ങളുണ്ട്. ഒരു 20 വർഷം മുമ്പ് വരെ റബ്ബറിന് 150 രൂപ വില വന്ന ഒരു അവസ്ഥയാണ്. അതായത് എന്റെ കല്യാണത്തിന്റെ സമയത്തൊക്കെ റബ്ബറിന് 150 രൂപ വിലയുണ്ട്. അപ്പൊ അന്നത്തെ ആ വിലയിൽ നിന്ന് അധികം ഒരു മെച്ചം ഇതുവരെ വന്നിട്ടില്ല. 200 രൂപ വരെയൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മേളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൂപ്പുകുത്തി താഴെ പോയി. മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉത്പാദന ചെലവുകൾ തന്നെ കൂടിക്കൊണ്ടിരിക്കുക. ഉത്പാദനം ഒരു കൂലി കൊടുത്ത് റബ്ബർ വെട്ടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ള. എത്ര മുതലാളിമാരാണെ പോലും അത് സാധിക്കുന്നില്ല. പിന്നെ ഇപ്പം റബ്ബറിനെ കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റബ്ബർ തോട്ടങ്ങള്, അതിനകത്തെ കളവെട്ടി ഇതാക്കി ഇടുക എന്നുള്ളതൊക്കെ നമുക്ക് ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ഈ വന്യമൃഗശല്യം, അത് നമ്മുടെ എല്ലാ വിളകൾക്കും ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. നമുക്ക് ഈ വന്യമൃഗശല്യം കാരണം കൊണ്ട് നമ്മുടെ ഒരുപാട് സ്ഥലങ്ങൾ യാതൊരു കൃഷിയും ഇല്ലാതെ കപ്പ, ചേമ്പ്, ചേന അങ്ങനെയുള്ള കൃഷികളെല്ലാം ജനങ്ങൾ ഉപേക്ഷിച്ച ഒരു സമയമാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ അങ്ങനെയുള്ള വിളകൾക്കൊക്കെ ഭയങ്കരമായിട്ട് വില വർദ്ധിക്കുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് കണ്ടെത്താൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പം വളരെ നന്ദി. 2 ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ മറുപടി കിട്ടിയിരിക്കുകയാണ്. മൂന്നാമത് ചോദ്യം എന്ന് പറഞ്ഞാൽ, താങ്കൾ വിജയിച്ചാൽ ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്താണ്? അതായത് നമ്മൾ ഒരു വാർഡ് മെമ്പർ എന്ന സ്ഥാനാർത്ഥിയായിട്ട് ആ വാർഡിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ നടന്ന സംഭവവികാസങ്ങളും പിന്നെ നമ്മൾക്ക് ഈ
നമ്മുടെ ആ വാർഡിന് എന്താണ് നേടിക്കൊടുക്കാൻ പറ്റുന്നത്, ജനങ്ങൾക്ക് ആദ്യം നേടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത്. അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ വാർഡിൽ നിന്ന് പാറമടയെ തൂത്തെറിയുക എന്നുള്ളതാണ്. അതെന്റെ പ്രഥമ പരിഗണനയാണ്. കൂടാതെ നമ്മുടെ വാർഡിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുറേ ആളുകൾക്ക് ഭവനമില്ലാത്ത ഒരവസ്ഥയുണ്ട്, താമസയോഗ്യമായ വീടില്ലാത്ത ഒരവസ്ഥയുണ്ട്. അപ്പം വിവിധ കേന്ദ്ര സംസ്ഥാന അതായത് നമ്മുടെ പാറമട വന്നത് കൊണ്ട് തന്നെ വീട് കയറിയിരിക്കുന്നതും അവിടെ ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലുള്ള ഭവനങ്ങൾ നമ്മുടെ ഈ വാർഡിൽ ധാരാളമുണ്ട്. കഴിഞ്ഞ ഒരു പ്രളയം വന്നപ്പോൾ അങ്ങനെയുള്ള വീടുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഭവനം കിട്ടാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട്. അത് ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വീടുകൾ അനുവദിക്കുന്നുണ്ട്. അത് ഏറ്റവും അർഹതയുള്ളത് നോക്കി നമ്മുടെ ഈ വാർഡിലെ എത്തിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും അത് ചെയ്യും. പിന്നെ ഇനിയും സ്ട്രീറ്റ് ലൈറ്റുകൾ എത്താത്ത മേഖലയുണ്ട്, അത് എത്തിച്ചു കൊടുക്കും. പിന്നെ ഇനിയും കുറെ വീടുകളിൽ വാഹന സൗകര്യമുള്ള ഒരു റോഡ് എത്താത്ത സ്ഥലങ്ങൾ ഇനിയും ഉണ്ട്. കുറെ ദൂരം ഒരു രോഗിയൊക്കെ ആണെങ്കിലും ചുമന്നുകൊണ്ട് പോയി വാഹനത്തെ കയറ്റി പോകേണ്ട സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ഈ വാർഡിലെ പല മേഖലയിലും ചെന്നപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചു. അടിസ്ഥാന വികസനത്തിന്റെ ഭാഗം തീർച്ചയായിട്ടും അങ്ങനെ എല്ലാ വീടുകളിലും തന്നെ വാഹന സൗകര്യം ഉള്ള ചെറുതായിട്ടെങ്കിലും ഒരു റോഡ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. പിന്നെ നമ്മുടെ കൊലാക്കലമേട് വാഗമൺ റോഡ് 15 വർഷം മുന്നേയും ഈ റോഡ് ഇപ്പോൾ ഉടനെ പണിയും എന്നുള്ള ഒരു നിലയിൽ കടന്നതാണ്. ഇപ്പോഴും ഈ 15 വർഷത്തിന് ശേഷവും ആ നിലയിൽ തന്നെ തുടരുന്നു. അത് എൻ്റെ ഭാഗത്ത് നിന്ന് പല ഓഫീസുകൾ കയറി ഇറങ്ങി ആണ് നമ്മൾ ഓരോ പ്രോജക്റ്റുകളും നടത്തിയിട്ടുള്ളത്. അതുപോലെ ഇനിയും മുന്നോട്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ കൊടുങ്ങ അടിവാര റോഡ്, അത് ആ പ്രളയത്തിൽ ആകെ തകർന്നു പോയ ഒരു റോഡാണ്. അതിനെ നമുക്ക് PWD, PMGSY തുടങ്ങിയ പദ്ധതികളിൽ ഉൾപ്പെടുത്താൻ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും നമുക്ക് നടപ്പിലെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിന് മുന്നേ ഉള്ള ഒരു പ്രവർത്തന കാലയളവിൽ എനിക്ക് അങ്ങനെ പല റോഡും ഉൾപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിലൊക്കെ നടക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ശരി, നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ഉത്തരം നൽകി. നമ്മുടെ എല്ലാവിധ ആശംസകളും. വരുന്ന 9-ാം തീയതി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ 6-ാം വാർഡിൽ നിന്നും UDFന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. എൻ്റെ പേര് സിന്ധു അനിൽകുമാർ. കൈ അടയാളത്തിൽ എല്ലാവരുടെയും വോട്ടുകൾ തന്ന് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് നമ്മുടെ മുണ്ടക്കയം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന അഡ്വക്കേറ്റ് P.G. രാജനും, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൂട്ടിക്കൽ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ശ്രീ റെജി വാര്യാമറ്റത്തിനും കൈ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.